കിട്ടിയ ഒരു ട്രേ ആണ്. അപ്പം ഞാനിതിൻ്റെ ഒരു കള്ളി പിടിപ്പിച്ചു. ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് പോയി. അപ്പം അടുത്ത തൊട്ട് അത് ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പം ഇത് ഇങ്ങനെ വയ്ക്കുക. ഇത് ക്ലിപ്പുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി വയ്ക്കുക. കുറച്ച് പാടാണ് ഇത് ചെയ്യണമെങ്കിൽ, കുറച്ച് സമയം പിടിക്കും. കുറച്ച് ബലം കൈ കുറച്ച് ഇത് വേണം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കാൻ പോണത് ഈ ഡോറാണ്. ഈ ഡോറ് പിടിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇത് മുകളിൽ 2 ബീഡിങ് ഉണ്ട്. ഈ ബീഡിങ് ഈ ഫ്രണ്ട് സൈഡിൽ വരാൻ പാകത്തിനാണ് നമ്മൾ ഡോറ് പിടിപ്പിക്കാൻ വേണ്ടി. ഡോറ് പിടിപ്പിക്കുന്ന സൈഡിൽ ഈ 2 ബീഡിങ് വേണം. ആ ബീഡിങ് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ സൈഡ് ബീഡിങ്, ഈ ബീഡിങ് 2 മുകളിൽ വേണം. ഈ ഒരു ബീഡിങ് വേണം. അതുപോലെ ഇവിടെ ബീഡിങ് മുകളിൽ വേണം. എന്നെങ്കിലും ഡോർ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോളും. ഇങ്ങനെ ഇരിക്കണം. ഇനി ഡോർ ഇതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കയറ്റിയിട്ടുണ്ട്. ഇതുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വരണം. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ അടയുന്നു. അത് സെറ്റായി. ഇനി നമുക്ക് അടുത്തത് പഠിപ്പിക്കണം. അടുത്തത് പഠിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ബീഡിങ് ഫ്രണ്ടിൽ വന്ന സൈഡ്, ഇവിടെ ഫ്രണ്ടിൽ ഡോറ് വേണം. അപ്പോൾ ഇവിടെ കൊടുക്കാം. ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ ഈ ഒരു ഡോറ് വയ്ക്കുന്ന സാധനം അവിടെ ഉണ്ടോ നോക്കുക. ഇതിനില്ല. അപ്പോൾ അത് മാറ്റി ഇതെടുത്തു. ഇതിനുണ്ട്. അപ്പം ഇത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ക്ലോസിങ് ഏരിയ എടുത്തിട്ട് ബീഡിങ് ഇല്ലാത്ത അവിടെ ഈ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ, ഇതിപ്പോൾ ശരിക്കും ഫിറ്റായിട്ടിരിക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി. മുകളിലേക്ക് വെച്ച് കഴിയുമ്പം ഒന്ന് ഫിറ്റായിക്കോളും. ഇത് ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഡോറൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഡോർ എടുക്കുക. ഇതാണ് ഡോറ്. അവിടെ വയ്ക്കുക. ബീഡിങ്ങിലേക്ക് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ വയ്ക്കുക. ഡോറ് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് പിടിപ്പിക്കുകയാണ്. ഇത് മുകളിലെ കവറാണ്. ഇപ്പോൾ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇത് നമ്മൾ കൊടുക്കണം. ഇതത്ര ഫിറ്റായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ചിട്ട്, കറക്റ്റ് ഇരിക്കില്ല അങ്ങനെ ഇപ്പോൾ വെച്ചാലും, ഇതും കൂടെ വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഒരാളത് പിടിച്ച് കയറുന്നുണ്ടോ? മാറ്റിക്കാനെ ഇത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി മുകളിൽ വെക്കുന്ന സാധനം ശരിക്കും നമ്മൾ 3, 2, 5 ലെയറിൻ്റെ 6 ലെയറിൻ്റെ ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. 1300 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ നേരത്തേക്ക് ഇതിന് കുറച്ചുകൂടെ വില കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റേറ്റ് കുറഞ്ഞ ആ ഒരു വിലയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബീഡിങ് വരുന്നത് മുകളിൽ നമ്മൾ വെക്കുമ്പോൾ ബീഡിങ് ആ സൈഡിൽ വേണം. ഊരാൻ നല്ല പാടാണ്. പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിടിപ്പിച്ചിരുന്ന അപ്പം നമ്മൾ അത് ഇങ്ങോട്ട് പിടിപ്പിക്കാൻ പോവുകയാണ്.
അപ്പോൾ നമുക്ക് അഴിക്കേണ്ട വന്നില്ല. ഇത് മുകളിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ നമ്മൾ 2-3 ക്ലിക്ക് കളിക്കി. ഇനി നമ്മൾ ഇതിന്റെ മറ്റേ സൈഡ് നോക്കണം. മറ്റേ സൈഡ് വരുമ്പോൾ ഇത് ബീഡിങ് അവിടെ വരും. അപ്പൊ ഇത് കറക്റ്റ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ആരമാർക്ക് ആവശ്യത്തേക്ക് നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് താഴത്തെ ഡോറ് നമ്മൾ പിടിപ്പിച്ചില്ലായിരുന്നു. ഡോർ നമ്മൾ കാണിച്ചു തരാം. ഡോർ ഇങ്ങനെ എടുക്കുക, ഇത് തുറക്കുന്ന ഭാഗം താഴെയായിട്ട് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അടുത്ത് അകത്തെ ബീഡിങ്ങിലേക്ക് വെക്കുക. കുറച്ച് പാടാണ്, ഒന്ന് നോക്കി സമയം എടുത്ത് ചെയ്യണം. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് അത് വരും, ഇങ്ങനെ വരും. നമ്മളത് ആ ബീഡിങ്ങിലേക്ക് വെച്ചിട്ട് കുറച്ച് പണിയുണ്ട്, നമ്മൾ സമയം എടുത്ത് ചെയ്യുക. കമ്പാർട്ട്മെന്റിൽ പിടിച്ചിരിക്കുകയാണ്, സെറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊരു ഗ്യാപ്പ് വന്നേ. നമ്മുടെ മൂന്നാമത്തെ കമ്പാർട്ട്മെന്റും മൂന്നാമത്തെ ലെയറിന്റെയും ഇത് ഡോർ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വയ്ക്കുക. ഇനി നമ്മൾ അടുത്തത് ഇത് ഓർമ്മ പിടിപ്പിച്ച് നമുക്ക് ഇരിപ്പുണ്ട്. ഇത് ഇതുപോലെ ഡോറിന്റെ സൈഡിൽ ബീഡിങ് വരാൻ പാകത്തിന് വെക്കുക. ഇത് മുകളിൽ വരണം. ഇതൊന്ന് അഴിച്ചെടുക്കാം. ഇത് അഴിക്കാൻ നല്ല പാകമാണ്. ഇത് പെട്ടെന്ന് പോകും. ഇവിടെ വയ്ക്കുക. അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ സൈഡ് കണ്ടുപിടിക്കുക. ബീഡിങ് വരുന്ന സൈഡ് വെച്ച് സൈഡ് മുകളിൽ വേറെ ഒരെണ്ണമാണ്. ഇതെടുത്ത് ഇവിടെ വയ്ക്കാം. നമ്മൾ നാലാമത്തെ ലെയറിന്റെ പരിപാടിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് ഡോർ വയ്ക്കുക. നമ്മൾ ബാക്ക് ഡോർ വെച്ചിട്ട് ഫ്രണ്ട് ഡോർ വെക്കുന്നതാണ് എപ്പോഴും എളുപ്പം. എപ്പോഴും നല്ല ഇതായിട്ട് ഫിറ്റായിട്ട് ഇരിക്കണമെന്നില്ല. അത് ബാക്കി മുകളിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് ഇത് മുകളിൽ വെക്കാം. അപ്പം നമ്മൾ നാലാമത്തെ ഡോറിൻ്റെ ആണ്. ഇതിപ്പോൾ ഈ സ്ക്വയർ വരുന്നത് ഈ താഴ്ഭാഗമല്ല, ഇത് അടുക്കുള്ള സ്ക്വയർ ഉണ്ടല്ലോ, ഇത് താഴ്ഭാഗം വരാൻ പാകത്തിന് നമ്മൾ വെക്കണം. അപ്പം ഞാനൊന്ന് എടുക്കാനൊക്കെ എടുത്ത് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. വെച്ചിട്ട് ബലം പിടിച്ചേണ്ടത് പൊട്ടി പോകുന്നതാണ്. അത് കുഴപ്പമില്ല, എന്നാലും ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. മറന്നുപോയി. ബാക്ക് ഡോർ വെച്ചിട്ട് വെക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് നോക്കി പിടിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു അഴിക്കേണ്ട വരുമ്പോൾ നല്ല പാടാണിത്. മാക്സിമം തെറ്റിപ്പോകാതെ നിരക്കി തന്നെ പിടിച്ച് ചെയ്തു പോവുക. ബാക്ക് ഡോറ് വെച്ചിട്ട് മുകളിൽ ഈ സാധനം വെക്കുന്ന എപ്പോഴും എളുപ്പം. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇനി ഫ്രണ്ടിലെ ഡോറ് നമ്മൾ ഇങ്ങനെ ഇച്ചിരി പാടാണ്. ഇങ്ങനെ അത് കറക്റ്റ് ആയില്ല. കറക്റ്റ് ഒരു ബീഡിങ്ങിലേക്ക് ഞാൻ വെക്കുന്നത് ശരിയാണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ വെക്കുന്നത് കയറ്റിയിട്ടുണ്ട്. ഇപ്പം ശരിയായിരുന്നു. അപ്പോൾ നമ്മൾ 4 കംപ്ലീറ്റ് ആയി. ഇനി അഞ്ചാമത്തേത് വയ്ക്കുമ്പോഴും ബീഡിങ് ഫ്രണ്ടിൽ വരാൻ പാകത്തിന്. ഇതിപ്പോൾ ബീഡിങ് ഫ്രണ്ടിലുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നീളത്തിലുള്ള അതുവഴി നമ്മൾ ഡോറ് പ്ലേസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെച്ചു. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡും ബീഡിങ് മുകളിൽ വരാൻ മാത്രമാണില്ല. ഇതിൻ്റെ ഈ ചതുരം പോലെയുള്ള റെക്റ്റാങ്കിൾ അവിടെ ഉള്ളത് ഇങ്ങനെ വെച്ചു. ഒരു 3 പിടിപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായി. പിന്നെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിക്കാം. ഇത് നമ്മൾ ബാക്ക് ഡോർ എടുത്തു. ബാക്ക് ഡോർ ഇങ്ങനെ വെച്ചു. ഇത് കഴിഞ്ഞ് മുകളിലേക്ക് വയ്ക്കണം. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെയാണ് മുകളിലേക്ക് ബാക്ക് ഡോർ വെച്ചിട്ട് 3 പിടിപ്പിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ തുടക്കത്തിലുള്ളൊരു പാടേ ഉള്ളൂ. എങ്ങനെ അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതൊക്കെ ക്ലിപ്പ് വീണ് ഓക്കെ. ഇതൊക്കെ ഇതൊക്കെ. ഇനി നമ്മൾ ഫ്രണ്ടിലെ ഡോറും കൂടെ വെക്കുകയാണ്. ഫ്രണ്ടിലെ ഡോറ് വെക്കാൻ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉള്ളി വിടണം. ഒരെണ്ണം വെച്ചിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ
കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ആയിരിക്കുകയാണ്. എടുത്തപ്പോൾ ഒന്ന് പൊളിഞ്ഞു. അതവിടെ ശരിക്കും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. ആ 4ാമത്തെ ലെയർ പിടിപ്പിച്ചിട്ടില്ലാത്തതിൻ്റെ എല്ലാ ക്ലിപ്പ് പൊട്ടിയുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിക്കാതെ മാക്സിമം ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ക്ലിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പാടാണ്. കുറച്ച് പാടുള്ള സംഭവമാണിത്. അപ്പോൾ അത് പ്രശ്നമാണ്. ഓക്കെ, ഇങ്ങനെ എല്ലാം ഒന്ന് കറക്റ്റ് പിടിച്ചിട്ടൊന്ന് നോക്കട്ടെ. ഒരു 4ാമത്തെ ലെയർ മാത്രമാണ് അത് കറക്റ്റ് സെറ്റ് ആവാതിരുന്നത്. സെറ്റായിട്ടുണ്ട്. ക്ലിപ്പ് പൊട്ടാതെ നോക്കുക. അപ്പോൾ ഇത് തള്ളി വെക്കുക. നമ്മളിവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഓക്കെ എല്ലാം നോക്കിയാണ്. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അതിൻ്റെ അകത്ത് വെക്കുന്നു. മൈക്ക് നമ്മൾ ഇതിൽ വെക്കുന്നു. അടച്ച് നോക്കുന്നു. അപ്പോൾ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.